മാള അഷ്ടമിച്ചിറയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. ചാലക്കുടി മണ്ഡലത്തിലെ 3 സ്കൂളുകളിലെ പുതിയ കെട്ടിടങ്ങളിലെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം 3 പിടികിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ ഐശ്വര്യയാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള അഷ്ടമിച്ചിറയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. കാറിൽ ഉണ്ടായിരുന്നവരെ പ്രാഥമിക ചികിത്സയ്ക്കായി കുണ്ടായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെട്ടിക്കാട് പോയി തിരിച്ചു വരികയായിരുന്ന തൃശൂരിലെ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി മണ്ഡലത്തിലെ 3 സ്കൂളുകളിലെ പുതിയ കെട്ടിടങ്ങളിലെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. പൊതുവിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നത് വെറുമൊരു സ്വപ്നമല്ല, ലക്ഷ്യമാണെന്നും അത് കൈവരിക്കാൻ ഭൗതികവും അക്കാദമികവുമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റി എഴുതാൻ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2022-23 വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 150 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ 2 കൈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2 നിലകളിലായി 568 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടമാണ് പണിതിരിക്കുന്നത്. താഴത്തെ നിലയിൽ 3 ക്ലാസ് റൂം, സ്റ്റാഫ് ആൻഡ് ഹെഡ്മിസ്ട്രസ് റൂം, 2 ടോയ്ലറ്റ്, സ്റ്റേജ്, ഗ്രീൻ റൂം എന്നിവയും 2ാം നിലയിൽ 4 ക്ലാസ് റൂം, ലാബ്, ലൈബ്രറി റൂം, സ്റ്റെയർ റൂം, വരാന്ത, റാമ്പ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 2 കൈ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 330 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 1132.82 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ സ്റ്റാഫ് റൂം, 2 ക്ലാസ് റൂം, IT ലാബ്, സിക്ക് റൂം, ബോയ്സ് ടോയ്ലറ്റുകൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ്, റാമ്പ്, ലിഫ്റ്റ് വെൽ എന്നിവയും 1ാം നിലയിൽ പ്രിൻസിപ്പൽ റൂം, 2 ക്ലാസ് റൂം, 2 വൊക്കേഷണൽ ലാബ്, കൗൺസിലിംഗ് റൂം, ഗേൾസ് ടോയ്ലറ്റുകൾ, സ്റ്റെയർകേസ് റൂം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ PWD സൂപ്രണ്ട് എഞ്ചിനീയർ അനിത കുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃശൂർ VHSC അസിസ്റ്റന്റ് ഡയറക്ടർ P നവീന, നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 200 ലക്ഷം രൂപ ചെലവഴിച്ചാണ് VR പുരം ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 823.76 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ്. താഴത്തെ നിലയിൽ 2 ക്ലാസ് റൂം, സ്റ്റാഫ് റൂം, ഓഫീസ് റൂം, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ്, ഗേൾസ് ടോയ്ലറ്റുകൾ എന്നിവയും 2ാം നിലയിൽ 4 ക്ലാസ് റൂം, ബോയ്സ് ടോയ്ലറ്റുകൾ, സ്റ്റെയർ, വരാന്ത, റാമ്പ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി ബാബു എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കയ്പമംഗലം 3 പിടികിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കുറ്റിക്കാട്ട് ക്ഷേത്രത്തിന് സമീപം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ ഐശ്വര്യയാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു മരണം. ഇന്നലെ ഉച്ചയ്ക്ക് 11:45 3 പിടിക തെക്കേ ബസ് സ്റ്റോപ്പിന് അടുത്തായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോരുന്ന ടാങ്കർ ലോറിയുടെ പിൻവശം സ്കൂട്ടറിൽ തട്ടിയായിരുന്നു അപകടം. സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ ഐശ്വര്യയുടെ ദേഹത്തുകൂടെ ലോറിയുടെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു. സ്കൂട്ടറിൽ ഐശ്വര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്തൃപിതാവ് മോഹനനും പരിക്കേറ്റിരുന്നു. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു.
പൊന്നോണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നവർക്ക് സ്നേഹ സമ്മാനവുമായി മടത്തുംപടിയിൽ നന്മ ഗിഫ്റ്റ് ഹൗസ് പ്രവർത്തനം ആരംഭിച്ചു. നന്മ സൂപ്പർമാർക്കറ്റിന്റെ ഭാഗമായാണ് ഗിഫ്റ്റ് ഹൗസും ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ നിന്നും ലക്കി ബോക്സ് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത പുത്തൻവേലിക്കര സ്വദേശി ജേക്കബ് കെ ദേവസി ഗിഫ്റ്റ് ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഠത്തുംപടി സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ വികാരി ഫാദർ ലിൻഡോ തണിയനായത്ത് വെഞ്ചിരിപ്പ് നിർവഹിച്ചു. വാർഡ് മെമ്പർ ജോളി സജീവ് ഉദ്ഘാടനത്തിനുള്ള സമ്മാനത്തുക കൈമാറി. ക്രോക്കറി, പാത്രങ്ങൾ, ടോയ്സ് തുടങ്ങി എല്ലാവിധ ഗിഫ്റ്റ് ഐറ്റംസും മഠത്തുംപടി നന്മ ഗിഫ്റ്റ് ഹൗസിൽ ലഭ്യമാണ്. ബിസിനസ് ഡെസ്ക് മാള. ഇന്ന് അത്തം. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം. മാവേലിയെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള 10 ദിവസം വീട്ടുമുറ്റത്ത് പൂക്കളങ്ങൾ ഉയരും. ഓണത്തിനു മുൻപ് തന്നെ തുടങ്ങുന്ന ആഘോഷങ്ങൾ തിരുവോണം പിന്നിട്ടും 2 മാസത്തോളം തുടരും. നാട്ടിലെ വിശാലമായ വീടും മുറ്റവും ഒന്നുമില്ലാത്ത പരിമിതമായ സാഹചര്യങ്ങളിലും പൂക്കളമൊരുക്കി തന്നെയാണ് പലരും അത്തത്തെ വരവേൽക്കുക. ഇനി 10 ദിവസം വീട്ടുമുറ്റത്ത് പൂക്കളങ്ങൾ വരും. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളാണ് വീട്ടുമുറ്റത്ത് പൂക്കളം ഒരുക്കുന്നത്. കർക്കിടകം വിട പറഞ്ഞതോടെ പൂത്തു തളിർത്ത പ്രകൃതിയിലെ നാടൻ പൂക്കളായ തുമ്പ, മുക്കുറ്റി, തെച്ചി, നന്ദ്യാർവട്ടം, കോളാമ്പിപ്പൂക്കൾ എന്നിവയെല്ലാം അത്തപ്പൂക്കളത്തിൽ സ്ഥാനം കണ്ടെത്താറുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കുമെന്ന് DGP. തൃശൂർ പൂരം കലക്കിയ സമയത്ത് അവിടെ ഉണ്ടായിട്ടും ഇടപെടാൻ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ തയ്യാറായില്ല എന്നായിരുന്നു കണ്ടെത്തൽ. അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ടെന്നും സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നുമാണ് DGP റവാഡ ചന്ദ്രശേഖറിന്റെ അഭിപ്രായം. മുൻ DGPയുടെ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ എഴുതി ചേർത്തു. താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന സൂചന. പുനർപരിശോധന സർക്കാരിന്റെ ആവശ്യപ്രകാരം മാത്രമായിരിക്കും. പൂരം കലക്കിലെ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് MR അജിത് കുമാറിന്റെ ഇടപെടലുകൾ അന്വേഷിച്ചത്. തൃശൂർ പൂരം കലക്കിയ സമയത്ത് അവിടെ ഉണ്ടായിട്ടും ഇടപെടാൻ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ തയ്യാറായില്ല എന്നായിരുന്നു കണ്ടെത്തൽ. കൃത്യവിലോപം നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശുപാർശയാണ് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയത്. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ പട്ടിക്കാട് അടിപ്പാതയ്ക്ക് മുകളിൽ പിക്കപ്പ് വാനിന് പുറകിൽ മറ്റൊരു വാഹനമിടിച്ച് അപകടം. വാഹനത്തിന്റെ ഡ്രൈവർ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നു. പുലർച്ചെ 3:30 അപകടമുണ്ടായത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പട്ടിക്കാട് പീച്ചി റോഡ് അടിപ്പാതയ്ക്ക് മുകളിലാണ് അപകടം.
തമിഴ്നാട് മേട്ടുപ്പാളയത്തിൽ നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. വാനിന്റെ പിറകുവശത്തെ ടയർ പഞ്ചറായതിനെ തുടർന്ന് സ്പീഡ് ട്രാക്കിൽ വാഹനം നിർത്തി ഡ്രൈവർ ജാക്കിയെടുക്കുന്നതിനായി പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു വാഹനം പിറകിലൂടെ ഇടിച്ചു കയറിയത്. നാഗപട്ടണത്തു നിന്നും വാടാനപ്പള്ളിയിലേക്ക് ചെമ്മീൻ കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാനാണ് ഇടിച്ചു കയറിയത്. പിറകിലിടിച്ച പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് 1 മണിക്കൂറോളം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നത്. തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സും പീച്ചി പോലീസും ഹൈവേ റിക്കവറി വിഭാഗത്തിന്റെ ക്രെയിനും എത്തി ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ഡ്രൈവർ നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറിനെ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. തൃശൂരിൽ ഭീമൻ അത്തപ്പൂക്കളം വിരിഞ്ഞു. തെക്കേ ഗോപുരനടയിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയാണ് പൂക്കളം ഒരുക്കിയത്. ഇത് 18ാമത് വർഷമാണ് ഭീമൻ പൂക്കളം തീർക്കുന്നത്. ആദ്യ പുഷ്പ സമർപ്പണത്തിന് ശേഷം പൂവിളികളുമായി 150 പ്രവർത്തകർ പൂക്കളം അണിയിച്ചൊരുക്കി. ഇനി നാടും നഗരിയും ഓണലഹരിയിലാവുകയാണ്. അത്തപ്പൂക്കള സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. പി ബാലചന്ദ്രൻ MLA ഓണാഘോഷങ്ങളിലെ പതാക ഉയർത്തി. വൈകിട്ട് പൂക്കളത്തിന് ചുറ്റും ദീപങ്ങൾ തെളിയിച്ചൊരുക്കിയ ദീപച്ചാർത്ത് മേയർ MK വർഗീസ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ മേനോനും ചേർന്ന് നിർവഹിച്ചു. ഇക്കുറി നാലോണത്തിന് 9 പുലിക്കളി സംഘങ്ങളാണ് ഉണ്ടാവുക. കുഴൂർ തുമ്പരശ്ശേരിയിൽ കുഴൂർ ഗ്രാമപഞ്ചായത്ത് CDS ചെയ്ത പൂക്കൃഷി നിറപ്പൊലിമയോടെ വിളവെടുപ്പ് നടന്നു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷത വഹിച്ചു. ലിസി സേവ്യറാണ് 1.5 ഏക്കറോളം പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. കഴിഞ്ഞ 4 വർഷമായി ലിസി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. ഈ വർഷം പഞ്ചായത്ത് തല പൂക്കൃഷിക്കുള്ള അവാർഡ് ലിസി സേവ്യറിന് ലഭിച്ചിരുന്നു. കുടുംബശ്രീ ചെയർപേഴ്സൺ ബിജി വിൽസൺ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സിൽവി സേവ്യർ, വാർഡ് മെമ്പർ ബിനോയ് പൗലോസ്, ജലീൽ, സേതുമോൻ ചിറ്റേത്ത്, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പൂവ് കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം മഴയുടെ ഭയങ്കര പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഞാനിപ്പോൾ ചെയ്തത്. ഇപ്പം കറക്റ്റ് 60 ദിവസം കൊണ്ട് ഞാൻ ഇത്രയും പൂവാക്കി എടുക്കണമെങ്കിൽ നല്ലൊരു പരിശ്രമം ഈ 60 ദിവസവും ഞാൻ ഇതിൽ തന്നെയായിരുന്നു. അതെൻ്റെ ഒരു നമുക്ക് പ്രയത്നിക്കാനൊരു ഇതുണ്ടെങ്കിൽ അത് പൂവ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഞാനിത് ചെയ്യണത്. പിന്നെ പണിയെടുക്കാനുള്ളൊരു സന്മനസ്സും കൂടി കാണിക്കണം. അങ്ങനെ ചെയ്താണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പിന്നെ കുറേ JLGന്ന് ലോൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വർണ്ണമൊക്കെ മണയം വെച്ചാണ് ഇതിങ്ങനെ ചെയ്യണത്. അല്ലാണ്ട് നമ്മൾ പൈസ കയ്യിലുണ്ടായിട്ടല്ല. പക്ഷേ കൃഷിയോട് ഒരു താല്പര്യം കൂടുതൽ, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ഇവിടം വരെ എത്തി. പൂവ് നല്ല രീതിയിൽ പൂവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഓണം വരെ കാത്തു നിൽക്കണ്. ഇതിൽ നിന്നുള്ള വരുമാനം നോക്കണം. എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. ഈ പ്രാവശ്യം വില കിട്ടുമെന്ന് വിചാരിക്കണം. എന്നാലേ എനിക്ക് വിജയിച്ചു പോകാൻ പറ്റുള്ളൂ, അല്ലാതെ വിജയിച്ചു പോകാൻ പറ്റില്ല. കാരണം പയർ കുത്തിയിട്ട് 3 പ്രാവശ്യം പയർ കുത്തേണ്ടി വന്നു ഇങ്ങനത്തെ ഈ പ്രാവശ്യത്തെ മഴ ബുദ്ധിമുട്ടായിട്ട്. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് നഷ്ടമാണ്. ഇപ്പം അതുതന്നെയല്ല, പൂവ് അങ്ങോട്ട് ആയി വരണുള്ളൂ. പയർ ഓണത്തിന് കിട്ടാൻ കുറച്ച് കിട്ടുള്ളൂ. നല്ലവണ്ണം നല്ല വിളവ് കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം മഴയുടെ ഇത് തന്നെ കൊണ്ട് പൂവുണ്ടായിട്ടുണ്ട്. പൂവിന് വിലയുണ്ട് ഇപ്പം. അപ്പം അതുകൊണ്ട് വിജയിക്കുമെന്ന് വിചാരിക്കണം. തുമ്പപ്പൂവും ആർപ്പുവിളിയുമായി ഓണത്തെ വരവേറ്റുകൊണ്ട് സരസ്വതി വിദ്യാലയം ഒരുങ്ങി. അത്തം ദിനത്തിൽ ഓണാഘോഷ പരിപാടിയുടെ തിരശ്ശീല ഉയർന്നു. പഞ്ചാരിമേളവും നൃത്തച്ചുവടുകളുമായി വിദ്യാർത്ഥികൾ പരിപാടിയെ വർണ്ണാഭമാക്കി. വിദ്യാലയ അങ്കണത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് മനോഹരമായ അത്തപ്പൂക്കളം ഒരുക്കി. ആർപ്പുവിളികളുടെ അകമ്പടിയോടെയും കുട്ടികളുടെ കരഘോഷത്തോടെയും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ പൊന്നോണത്തെ വരവേൽക്കാൻ വിദ്യാലയം ഒരുങ്ങി. ചാലക്കുടി സോഷ്യൽ കെയർസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള വികസന സദ്ഭാവന പുരസ്കാരം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിന് സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഒക്ടോബർ 3 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി P രാജീവ് പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിൽ സോഷ്യൽ കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ദിലീപ് നാരായണൻ അധ്യക്ഷത വഹിക്കും. റിട്ടയർഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ, VK ശ്രീധരൻ, PA ഫൈസൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കോണത്തുകുന്ന് ജംഗ്ഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്ത ഭാഗത്തുള്ള വലിയ കുഴിയിൽ വാഴ നട്ട് യൂത്ത് കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. സംസ്ഥാന പാതയിൽ നിന്ന് SN പുരത്തേക്ക് തിരിയുന്ന ഭാഗത്ത് വൈറ്റ് ടോപ്പിംഗ് ഭാഗികമായി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതുമൂലം നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥാവുകയാണ്.
പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്കൽ അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ മുസമ്മിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിയാസ്, ഫസീഹ്, അൻസിൽ, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ജോസഫ്, രാംദാസ്, പ്രശോഭ്, അശോകൻ, മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. പൂവത്തുശ്ശേരി ലയൺസ് ക്ലബ്ബ്, പാർക്കടവ് സെന്റ് ജോസഫ് പിതൃവേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ ക്യാമ്പ്, കേൾവി പരിശോധന എന്നിവ സംഘടിപ്പിച്ചു. ലിറ്റിൽ ഫ്ലവർ ദേവാലയ വികാരി ഫാദർ ചാൾസ് ചിറ്റാട്ടുകാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. നന്നായിട്ട് കാണണം, നന്നായിട്ട് കേൾക്കണം. അപ്പം ഇതെന്തായാലും അതിനുള്ള നല്ല അവസരം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിരിക്കുകയാണ്. ലയൺസ് ക്ലബ്ബും നമ്മുടെ പിതൃവേദിയും അതുപോലെ തന്നെ അംഗമാലയും ആശുപത്രി എല്ലാവരും കൂടിയിട്ട് നമ്മുടെ കാഴ്ചയെ നന്നാക്കാനും നമ്മുടെ കേൾവിയെ നന്നാക്കാനുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ നമുക്ക് തോന്നുന്നു നമുക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കേൾവിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും ഉടനടി അത് പരിഹരിക്കുകയുമായിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിനയില അബ്രാഹം അധ്യക്ഷത വഹിച്ചു. പാറക്കടവ് പിതൃവേദി പ്രസിഡന്റ് പി വി ജോർജ്, ബിജു പുറത്തൂർ, RC രാജേഷ്, വിജയഗോപാൽ, പ്രോഗ്രാം കോർഡിനേറ്റർ KA മാർട്ടിൻ, TI ജോർജ്, ഫാദർ ജോണി വടക്കൻ, TV ജോർജ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള അഷ്ടമിച്ചിറയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. ചാലക്കുടി മണ്ഡലത്തിലെ 3 സ്കൂളുകളിലെ പുതിയ കെട്ടിടങ്ങളിലെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം 3 പിടികിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ ഐശ്വര്യയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.